ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ആ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പോകുമ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. കലാനിലയം ഞാൻ ഡാൻസ് പഠിച്ച എൻ്റെ സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം. അവിടെ ഇന്ന് എന്നെ ഒരു പരിപാടിയിൽ വിശിഷ്ടാതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചടങ്ങാണ് നിങ്ങൾ കാണുന്നത്. ആദ്യം തന്നെ പിള്ളേരുടെ പാട്ടൊക്കെ ആയിരുന്നു. പാട്ട് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ? അത് കഴിഞ്ഞിട്ടാണ് സദസ്സിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ക്രൗഡിൽ ഞാൻ ഇരിക്കുന്നത്. എനിക്കധികം സംസാരിക്കാനൊന്നും അറിയില്ല, പക്ഷേ പറ്റുന്ന പോലെ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. നന്ദി പറയുകയാണ്. അതേപോലെ എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയ ഗീത ടീച്ചറെ കൂടെ ഒരു വേദി പങ്കിടുക എന്ന് പറഞ്ഞാൽ പരം സന്തോഷം എനിക്കില്ല. പിന്നെ ഈ ഒരു ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കലാനിലയത്തിലെ പഠനകാലമാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഭരതനാട്യം മോഹിനിയാട്ടമായിരുന്നു ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയങ്ങളിൽ നിങ്ങളെ പോലെ തന്നെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ലേറ്റ് നൈറ്റ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഒരു ആദരവ് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനത് വീട്ടുകാരെ കാണിച്ചപ്പോൾ അവരെ സന്തോഷമാണ് ഈ കാണുന്നത്. കലാനിലയത്തിൽ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് തൊട്ട് +2 വരെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാ പരിപാടിയിലും സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഹോമാണ്. അതേപോലെ ആശാന സൈശേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അച്ഛനും അമ്മേനെയും പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ആദരവ് കിട്ടുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര സ്പെഷ്യലാണ്. ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.